നമ്മളൊക്കെ ഇപ്പോഴും എ.ടി.എമ്മിലോ ബാങ്കിലോ എല്ലാം പോയിട്ട് ഇതേപോലെ കാശ് എടുത്ത് നമ്മുടെ പേഴ്സിലൊക്കെ എടുത്ത് വെക്കാറുണ്ടല്ലേ. എന്നാൽ ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നമ്മുടെ മൊബൈലിൽ നമുക്കിതെല്ലാം ചെയ്യാം. അതായത് നമ്മുടെ ഈ റുപ്പി, നമ്മുടെ അഭിമാനത്തോടെ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം CBDC ആയ ഡിജിറ്റൽ റുപ്പീസ് നമുക്ക് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്നാണ് ചെയ്യുക എന്നാണ് നമ്മളിത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ എല്ലാം ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കാശ് കൊടുക്കാനും കാശ് തിരിച്ചു വാങ്ങിക്കാനും എല്ലാം നമുക്ക് ഇനി ഈ ഒരു ഡിജിറ്റൽ റുപ്പി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ മൊബൈലിൽ ചെയ്യുന്നതാണ്. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്, ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്ന് വീഡിയോ നോക്കിക്കോളൂ. നമുക്ക് അതിനാദ്യം നമ്മുടെ പ്ലേ സ്റ്റോർ എന്ന് എടുക്കാം. പ്ലേ സ്റ്റോർ എടുത്തിട്ട് നമുക്ക് റുപ്പി എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ പേര് ERUPEE റുപ്പി എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ബാങ്കുകളും, ഒട്ടുമിക്ക ബാങ്കുകളും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ എന്ന് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ബാങ്കിൻ്റെ ഇതേപോലെ ആപ്ലിക്കേഷൻ തന്നെ വേണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ബാങ്കിലാണ് നമുക്ക് അക്കൗണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ റുപ്പി ഡൗൺലോഡ് ചെയ്യാം, അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ SBIൻ്റെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് SBIയുടെ ഒന്ന് റുപ്പി ബൈ SBI ഒന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ചെറിയ ഫയലാണ്, പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവും. ഒന്ന് ഇൻസ്റ്റാൾ ആവട്ടെ കേട്ടോ. ഇനി നമുക്കൊന്ന് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇതേപോലൊരു സ്ക്രീനാണ് നമുക്ക് ആദ്യം കാണിക്കാം. താഴെ കാണുന്ന എൻ്റർ കണ്ടില്ലേ, ഈ എൻ്റർ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ കുറച്ച് പെർമിഷൻസ്, നമ്മൾ ഏത് ആപ്പ് ചെയ്യുമ്പോഴും കുറച്ച് പെർമിഷൻസ് എല്ലാം കൊടുക്കണം. അതേപോലെ പെർമിഷൻസ് കൊടുക്കുക. ഇവിടെ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. കുറച്ചധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക, എല്ലാവരും വായിച്ചു നോക്കുക, നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് താഴെ കാണുന്ന അക്സെപ്റ്റ് എന്ന് കണ്ടില്ലേ, താഴെ കാണുന്ന അക്സെപ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് രണ്ട് അതിൻ്റെ സ്റ്റെപ്സുകളാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് കൊടുത്ത് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് അതിൻ്റെ 24 hours നമുക്കതിൻ്റെ സർവീസ് എല്ലാം അവൈലബിൾ ആണ്. കാശ് അയക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെ നമുക്ക് പറ്റും. നമുക്ക് സ്റ്റാർട്ട് രജിസ്ട്രേഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സിം നമ്പറാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ 2 സിമ്മൊക്കെ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ ഏത് സിം നമ്പറാണ് നിങ്ങൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ആ സിം നമ്പർ ഒന്ന് സെലക്ട് ചെയ്യട്ടെ, അവിടെ നിന്ന് തൊടുക. എന്നിട്ട് നമ്മൾ വെരിഫൈ സിം എന്ന് കൊടുക്കുക. അപ്പോൾ ബാങ്കായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. എന്നിട്ട് നമ്മുടെ സിം നമ്പർ ഓക്കെ ആവും. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഹാസ് ബീൻ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ATM കാർഡിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മുടെ മൊബൈലിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യണം, അല്ലെങ്കിൽ പാറ്റേൺ കൊടുത്തിരിക്കണം. ലോക്ക് ഉണ്ടെങ്കിൽ പിൻ നമ്പർ വെച്ച് ലോക്ക് കൊടുത്തിരിക്കണം കേട്ടോ. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓൺ ആവുന്ന രീതിയിൽ മൊബൈൽ സെറ്റ് ചെയ്യരുത് എന്നർത്ഥം. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേരൊന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ ഇവിടെ അഥവാ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് പേടിക്കേണ്ട, വേറൊരു ഫോണിലേക്ക് എല്ലാം മാറ്റാനൊക്കെ പറ്റും. നമ്മുടെ കാശ് ഇതേപോലെ എടുത്ത് ഇതിലേക്ക് മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വാലറ്റിന് ഒരു പിൻ നമ്പർ, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട്. ഒരു 6 അക്ക നമ്പർ, ഇപ്പോൾ 1 2 3 4 5 6 എന്ന് പോലെ അങ്ങനെ കൊടുക്കരുത്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്ത് നമ്മുടെ പിൻ നമ്പർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലിങ്ക് SBIയുടെ അക്കൗണ്ടാണ്. ഇവിടെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമുക്ക് നമ്മുടെ SBIയിൽ നമ്മുടെ ഈ മൊബൈൽ നമ്പറായിട്ട് ഏതെല്ലാം അക്കൗണ്ട് നമ്പർ നമ്മുടെ ഈ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 3 അക്കൗണ്ട് നമ്പറാണ് എൻ്റെ ഈ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പറായിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടുള്ളൊരു അക്കൗണ്ട് നമ്പർ, അതുപോലെ ക്യാഷ് എല്ലാം ഒന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ അക്കൗണ്ടായിട്ടാണ് നമ്മുടെ ഈ റുപ്പി ലിങ്ക് ആവുക. ഇത്രയേ ഉള്ളൂ, സെറ്റപ്പ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് എനേബിൾ ചെയ്തിട്ട് ഇത് ഓണാക്കി വരാം. ഓണാക്കി വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ വരിക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാശ് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ പേഴ്സിൻ്റെ ഒരു വാലറ്റിൻ്റെ ചിഹ്നം കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ പേഴ്സിലോട്ട് കാശ് എടുത്ത് വെക്കുന്ന പോലെ നമുക്ക് ഇതേപോലെ ലോഡ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കറൻസികളും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. 2 5 10 20 50 100 200 500 അതേപോലെ 2000ൻ്റെ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2000 കംപ്ലീറ്റ് എടുത്ത് പോയിട്ടില്ല, അതുകൊണ്ടായിരിക്കും 2000 കൂടി കാണിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സിലേക്ക് കാശ് എടുത്ത് വെക്കുന്ന പോലെ അത് വാലറ്റിലേക്ക് കാശ് ആഡായി വരും. താഴേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാശ് ബാക്കിലോട്ട് ഒഴിവാക്കാനും പറ്റും. അതേപോലെ കോയിൻസും ഉണ്ട് കേട്ടോ. നമുക്ക് 50 പൈസയുടെ കോയിനും ഉണ്ട്, 1 രൂപയുടെ കോയിൻസും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പേഴ്സിലേക്ക്, അതായത് നമ്മുടെ വാലറ്റിലേക്ക് ഈ റുപ്പീസ് ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോട്ട് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇതിലേക്ക് ഒരു 2 രൂപ ഒരു ട്രയൽ പോലെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 രൂപ ആഡ് ചെയ്യാം. അപ്പോൾ മൊത്തം 7 രൂപയായി. അപ്പോൾ ഇതൊന്ന് ലോഡ് ഡിജിറ്റൽ കറൻസി കൊടുക്കുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കാണിക്കും. ഇനി അതല്ല വേറെ ഏതെങ്കിലും UPI അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കാശ് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഇതിലേക്ക് കാശ് ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക, കൺഫേം കൊടുക്കുക, എന്നിട്ട് താഴെ കണ്ടില്ലേ ലോഡ് ഡിജിറ്റൽസ് റുപ്പീന്ന് ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം തന്നെ നമ്മുടെ വാലറ്റിലേക്ക് നമ്മുടെ ഈ റുപ്പി നമ്മുടെ വാലറ്റിലേക്ക് ആഡായി. ഇപ്പം നമുക്ക് നമ്മുടെ ഇതേപോലെ വാലറ്റിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് തന്നെ മുകളിൽ കണ്ടില്ലേ കറൻറ്റ് ബാലൻസ്, ആ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമ്മുടെ എത്ര രൂപയാണ് നമ്മുടെ വാലറ്റിലുള്ളത് കാണിക്കുക. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമുക്ക് 1000-ഓ 2000-ഓ 10,000-ഓ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ, നമ്മുടെ അത്യാവശ്യത്തിനനുസരിച്ചിട്ട്. അതേപോലെ ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ പ്രോഡക്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചു, അപ്പോൾ അവർക്ക് കാശ് കൊടുക്കണമെങ്കിൽ നമുക്ക് QR കോഡ് വെച്ചിട്ടും ക്യാഷ് കൊടുക്കാം. അതേപോലെ നമുക്ക് ഫോൺ നമ്പർ ഈ റുപ്പിയായിട്ട് ഫോൺ നമ്പർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും കാശ് കൊടുക്കാം. ഇനി നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒരു QR കോഡെല്ലാം ഇതേപോലെ നമുക്ക് മെർച്ചൻ്റ് QR കോഡെല്ലാം ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ QR കോഡ് നമുക്ക് അയച്ചു കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റ് QR കോഡ് അടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു QR കോഡ് നമുക്ക് വരും. അതായത് നമുക്കിപ്പോൾ ഒരാൾ കാശ് തരാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു QR കോഡ് അയച്ചു കൊടുത്താൽ മതി. അവർക്ക് ഇതിലേക്ക് നമുക്ക് കാശ് അയച്ചു തരാൻ പറ്റും. ഈ റുപ്പിയായിട്ട് നമുക്ക് കാശ് അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഈ ഒരു QR കോഡ് ഇവിടെ നിന്നല്ല, നമ്മുടെ പ്രൊഫൈലിൻ്റെ അവിടെ പോയാലും നമുക്ക് നമ്മുടെ QR കോഡ് കിട്ടും. കണ്ടില്ല, ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് കുറച്ച് കാശ് കിട്ടാനുണ്ട്, അപ്പോൾ ഇത് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവരെല്ലാം ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് അവർക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു വാട്സപ്പ് ഇത് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റുപ്പി നമുക്ക് മൊബൈലിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അതായത് ഈ റുപ്പിയായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആക്ടിവേറ്റ് മൊബൈൽ നമ്പർ എന്ന് കണ്ടില്ലേ നിങ്ങൾ, ഇതൊന്ന് നമുക്ക് ടച്ച് ചെയ്യാം. എന്നിട്ട് താഴെ കാണുന്ന ഐ കൺഫേം എന്ന് കൊടുത്ത് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യാം, നമുക്കൊരു ഈ റുപ്പി നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളും പിൻ നമ്പർ മാറ്റുന്നതും കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് പിൻ നമ്പർ നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ അവിടെ മാറ്റാൻ സാധിക്കും. ഇതിപ്പോൾ നേരത്തെ നമ്മുടെ കാശ് ഇങ്ങോട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ കളക്ട് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് റിഡീം, നമുക്ക് കാശ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് റിഡീം ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. ഇനി അങ്ങോട്ട് നമുക്ക് ഈ റുപ്പി ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.